ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോട്ടോ എഡ്ജ് 40 കുറിച്ച് പറയാനാണ്. അപ്പം ഞാൻ ഒരു മാസമായി നമ്മുടെ ഈ മോട്ടോ എഡ്ജ് 40 യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ, ഇതിൻ്റെ പോരായ്മകൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യം അതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്ന പോലെ ഒരു ബാറ്ററി ഇഷ്യൂസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അതായത് ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നില്ല. അതെല്ലാവരും ഒരു പോരായ്മയായിട്ടാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പോരായ്മയല്ല. എനിക്ക് 24 മണിക്കൂർ ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ടൈമിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരു 85-90% ബാറ്ററി ഡൗൺ ആവുള്ളൂ. ഒരു 10% എന്താണെന്നുണ്ടെങ്കിലും ഇതിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു 30-40 കോൾ ചെയ്യാറുണ്ട്. അത്യാവശ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. വീഡിയോസ് കാണാറുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഇതുവരെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒരു ഫോണിലും നോക്കിയിട്ടില്ല. സിസ്റ്റം വഴി അല്ലെങ്കിൽ PC വഴിയൊക്കെയാണ് ഗെയിം കളിക്കാറൊക്കെ ഉള്ളത്. പക്ഷെ അതുകൊണ്ട് എന്താണ്, എനിക്ക് എന്താണെന്നുണ്ടെങ്കിലും ഈ 26,000 രൂപയ്ക്ക് ഈ മോട്ടോ എഡ്ജ് 40 വൃത്തിയായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. പിന്നെ ഇത് വാങ്ങിക്കേണ്ട ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. ഫോട്ടോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി നോക്കി പോയി ഒരാളും വാങ്ങിക്കരുത്. നിങ്ങൾക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണോ വേണ്ടത്, 100% നിങ്ങൾ വാങ്ങിച്ചോളൂ. 26,000 രൂപയ്ക്ക് ഒന്നും നോക്കാനില്ല. നല്ല കിടുക്കാച്ചി ഫോൺ തന്നെ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫോൺ തന്നെ. കാരണം ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ട് ഒരുപാട് കാലമായി നമ്മൾ ഈ ആൻഡ്രോയിഡ് ഫോണുകളും അല്ലെങ്കിൽ ഐഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ. അതിൽ നമുക്ക് യാതൊരുവിധ രീതിയിലും ഞാൻ അതിന് നെഗറ്റീവായിട്ട് പറയില്ല. എനിക്കെന്താണെന്നുണ്ടെങ്കിലും ഈ 26,000 രൂപയുടെ ഈ ഫോൺ ഞാൻ ഇത്ര കാലം യൂസ് ചെയ്തതിൽ, ഇത്രയും വർഷം യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ എന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് അടിവരയിട്ട് പറയുകയാണ്. കാരണം അത്രയ്ക്കും സുഖമാണ് യൂസ് ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത് ഇതിൽ കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇപ്പം നമ്മൾ പല ഫോണും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ച സമയത്ത് ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലാഗായി, അങ്ങനെ വലിഞ്ഞ്, അങ്ങനെ തോന്നിയൊക്കെ പോലെ. പക്ഷെ ഇതൊന്നുമില്ല. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് 100% നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ക്യാമറ ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾ പോരുത്, നടക്കില്ല. അത് ഇപ്പോഴേ പറയാം. ഒരു ആവറേജ് ക്യാമറ ക്വാളിറ്റി പ്രതീക്ഷിച്ച് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇപ്പോൾ ചാർജിങ് ടൈം ആണെങ്കിലും ഫാസ്റ്റ് ചാർജ്, 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജാണ്. ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട്, അതായത് 45 മിനിറ്റും കൊണ്ട് നമുക്ക് ചാർജിങ് ആവും. ഇപ്പം പെട്ടെന്നൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്താൽ ഒരു 10 മിനിറ്റ് കൊണ്ട് അത്യാവശ്യം ചാർജ് കാര്യങ്ങളിൽ ലഭിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും അടിപൊളിയാണ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ, എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു സാധനത്തിന് ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. പല ആൾക്കാരും പല വീഡിയോസും ഞാൻ കാണുകയുണ്ടായി, ഹീറ്റിംഗ് ഇഷ്യൂ അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പീസിൽ ആ ഒരു സംഭവമേ ഇല്ല. അതിന് ഒരു തർക്കവും വേണ്ട, ഇല്ല. ചാർജിങ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു ഹീറ്റിംഗ് ഉണ്ട്. അതറിയില്ല, ഫുൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു 3/4 മണിക്കൂർ 68 വാട്ട് ഫാസ്റ്റ് ചാർജർ വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു നോർമലായിട്ടുള്ള ഹീറ്റ് അല്ലാതെ വേറൊരു ഹീറ്റിംഗ് ഇഷ്യൂസും ഇല്ല എന്ന് തന്നെ വേണം അടിവരയിട്ട് പറയാം. ഇതെടുക്കുന്ന ആൾക്കാർക്ക് മുതലാണ്. ഇപ്പോഴാണെങ്കിലും ഇനി ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫർ വരുന്ന സമയത്താണെങ്കിൽ എപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, ഈ മോട്ടോ എഡ്ജ് 40. ഇപ്പോൾ എഡ്ജ് 40 നിയോനെ കുറിച്ച് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ നിയോ എനിക്ക് തോന്നുന്നില്ല. നിയോയിൽ കുറേ ചെറിയ ബഗ്ഗുകളും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിയോ ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ നമ്മുടെ മോട്ടോ എഡ്ജ് 40 ആണ്. പക്ഷേ ചെറിയ 1-2 കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ രീതിയിൽ, വലിയ കാര്യങ്ങളൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ മാത്രമാണ് എഡ്ജ് 40 നിയോയും തമ്മിലുള്ള. എന്താണെന്നുണ്ടെങ്കിലും എഡ്ജ് 40 എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. 100% നിങ്ങൾക്ക് പോയി എഡ്ജ് 40 വാങ്ങിക്കാവുന്നതാണ്. അതിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം ഇത്രയും വർഷത്തെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എക്സ്പീരിയൻസിൽ കിട്ടില്ല, ഒരു രക്ഷയുമില്ല. മാരകം എന്ന് തന്നെ നമ്മൾ പറയും. അതിന് നമ്മൾ തള്ളി മറിക്കുന്നല്ല കേട്ടോ. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു സംതൃപ്തി, അതാണ് നമ്മളിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്താണെന്നുണ്ടെങ്കിലും ഇത് 100% നിർത്തിയാവും. അതിന് വേറെ ഒരു മാറ്റമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന പീസിനാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇപ്പം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പല സാധനങ്ങൾക്കും വരാം. ചിലപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് വരാം, മറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇരിക്കുന്ന പീസ് അടിപൊളി. ഇപ്പം ഞാനിതിന് ടെമ്പേർഡ് ഗ്ലാസ്സൊക്കെ ഒട്ടിച്ചിട്ട് പോലും എനിക്ക് ഒരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. കാരണം ഞാൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇത് ഉള്ളത്. ഇപ്പോൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ആ 120 ഹെർട്സിൻ്റെ സെയിം എന്താണോ നമുക്കതിലുള്ളത്, ഒരു ലാഗോ ഒരു രീതിയിലുള്ള ഒരു ബഗ്ഗോ ഒന്നുമില്ല. ഒരു ആപ്ലിക്കേഷനിൽ പോലും ഒരു ബഗ്ഗും ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സാധാ ആൻഡ്രോയിഡ് ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ സാംസങ് അധികം യൂസ് ചെയ്തിരുന്നത്, അതിലൊക്കെ ചില സമയത്തൊക്കെ യൂട്യൂബ് കിടത്തുമ്പോഴത്തേക്കും എററാണ് വരുന്നത്. ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒന്നുമില്ല. എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട്
സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു പ്രശ്നം കാര്യങ്ങളും എന്താണെങ്കിലും നമ്മുടെ മോട്ടോ എഡ്ജ് 40 നിന്ന് ലഭിച്ചിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും വാങ്ങിക്കേണ്ട ആൾക്കാർ തീർച്ചയായിട്ടും വാങ്ങിച്ചോ. അത് തന്നെ ഞാൻ പറയാനുള്ളൂ. വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. ഇനിയിപ്പോൾ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും മോട്ടോ എഡ്ജ് 40 വാങ്ങിച്ചോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ പറയുന്ന കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിലും കിടിലൻ ഫോൺ തന്നെ, വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് വാങ്ങിക്കാം. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല. എന്നാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനുമില്ല. രണ്ടും ഏകദേശം ഈക്വലൈസ് ആണ്. കുറേ കാര്യങ്ങൾ കൊണ്ട് നല്ല രീതിയിലുള്ള ഫോണുകളാണ്. ചെറിയ ചെറിയ പോരായ്മകൾ മാത്രമാണ് നമുക്കിതിൽ. പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഷൂട്ടിംഗ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു നെഗറ്റീവ് മാർക്ക് പറയാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്ലസ് തന്നെ, 100% പ്ലസ് പോയിന്റ് തന്നെ. വേറെ ഒന്നും നോക്കണ്ട. വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. അപ്പോൾ എന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള നല്ല കിടിലൻ പുത്തൻ വീഡിയോസുകളുമായി നമ്മൾ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.